ഇന്ന് നമുക്ക് നല്ല നാടൻ കുടംപുളി ഇട്ടിട്ട് ഒരു മത്തിക്കറി വെക്കാം. നല്ല ഷാർപ്പ് സ്റ്റൈല് ഒരു മത്തിക്കറി എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഇത് എൻ്റെ സ്റ്റൈൽ കറിയാണ് കേട്ടോ. നമ്മുടെ കറിയിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 3 തക്കാളി, ഒരു 8 പീസ് ചെറിയുള്ളി ചോപ്പ് ചെയ്ത് വെച്ചത്, പിന്നെ കറിവേപ്പില. അതിനുശേഷം ഞാൻ 1 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. ആ മത്തി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കുക. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് കുടംപുളിയാണ്. ഒരു 5 വലിയ അല്ലി കുടംപുളി എടുത്തിട്ടുണ്ട്. അത് നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിൽ മാറ്റി വെക്കുക. പിന്നീട് നമ്മളൊരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് മല്ലിപ്പൊടി 1 സ്പൂണ്, 3 സ്പൂണ് മുളക് പൊടി എന്നിവ ചേർക്കുക. എന്നിട്ട് നല്ല രീതിയിൽ വറുത്തെടുക്കുക. അതിന് നിറം ഏകദേശം മാറി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നീട് നമ്മൾ കറി വെക്കുന്ന പാത്രം എടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ ഒന്ന് പതച്ച ശേഷം അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചത് ചേർക്കുക. നമ്മളടുത്തായിട്ട് നമ്മളതിലേക്ക് ചേർക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് അതിലേക്ക് ചേർക്കുക. പിന്നീട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി കൂടി ചേർത്ത ശേഷം നന്നായി ഇളക്കി അതിനെ ഒന്ന് മൂടി വെക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച 3 തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിയുക. അരിഞ്ഞതിന് ശേഷം നമ്മൾ മൂടി തുറന്ന് വീണ്ടും ഈ തക്കാളി നമ്മുടെ കറി പാത്രത്തിലേക്ക് ഇട്ട ശേഷം നന്നായി വഴറ്റി യോജിപ്പിക്കുക. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഫ്ലെയിം കുറച്ച് കൂട്ടി വെക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ ചെറിയുള്ളിയും കൂടി ചേർത്ത് അരച്ചിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. അതുകൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുക. പിന്നീട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ കറിയിലേക്ക് ചേർക്കുക. ഇത് നന്നായി ഇളക്കി ചേർത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കുക. ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി നമ്മളിതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക. അതിനുശേഷം ഒരു 1/2 സ്പൂൺ ഉലുവ നമ്മളതിലേക്ക് ചേർത്ത ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ ഇളക്കി അതിനെ ചേർത്ത് വെച്ച് നല്ല രീതിയിൽ മൂടി വെക്കുക. ഒന്ന് നല്ല രീതിയിൽ വെട്ടി തിളച്ച ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മത്തി എടുത്ത് ഓരോന്നായി നമ്മൾ കറിയിലേക്ക് ഇടുക. അതിട്ട ശേഷം ഒന്ന് ഇളക്കിയ ശേഷം നല്ല രീതിയിൽ അതിനെ നമ്മൾ മൂടി വെക്കുക. പിന്നീട് നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില കൂടെ അതിലേക്ക് ചേർക്കുക. കറിവേപ്പില ചേർത്ത ശേഷം ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ കറി അടച്ചു വെക്കുക. അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കുക. ഇപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വറവിനാവശ്യമായിട്ടുള്ള കടുക്, ഉലുവ, പച്ചമുളക് എന്നിവ ചേർത്ത് വറവിട്ട ശേഷം നന്നായി അടച്ചു വെക്കുക. ഇപ്പോൾ നമ്മുടെ കുടംപുളി ഇട്ട് വെച്ച നാടൻ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.